ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലേക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതാ തേക്കടിയിൽ ബോട്ടിങ്ങിന് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടൊന്നല്ല ബുക്ക് ചെയ്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓഫ്ലൈനായിട്ട് ഒരു 6:30 സമയത്ത് വന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഇത് നമ്മളെ ബസ്സിലാണ് കേട്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് ഇതാ ഇവിടുത്തെ വിശേഷങ്ങൾ അങ്ങനെ രാവിലെ ഒരു 6:00 കൂടി ഞങ്ങളിതാ റൂമിൽ നിന്ന് നേരെ നമ്മുടെ തേക്കടി ബോട്ടിങ്ങിൻ്റെ അവിടേക്ക് പോവാണ്. ഞങ്ങൾ സെക്കൻഡ് ടൈമാണ് കേട്ടോ ഈ റൂം ബുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ റൂമിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇനി നമുക്ക് അവിടെ ചെല്ലാം. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വന്നിരിക്കുകയാണ് ബോട്ടിങ്ങിനുള്ളത്. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻട്രി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ബസ്സിലാണ് ബോട്ടിൻ്റെ അവിടെ വരെ പോണേ. ആ ബസ്സിലാണ് പോണേ. അപ്പോൾ നമുക്ക് ഏകദേശം 5 പേർക്ക് 460 രൂപയാണ് ആയിട്ടുള്ളത് കേട്ടോ. അതിവിടെ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ ബസ്സിലാണ് പോകാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ വന്നു. 7:30 കൂടിയിട്ടാണ് നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടുന്ന് ബസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തേക്ക് പോകുന്നത് കേട്ടോ. ഫുള്ള് ഫോറിനേഴ്സായിരുന്നു കൂടുതലും ആൾക്കാരുണ്ടായിരുന്നത്. അങ്ങനത്തെ നമ്മളിതാ നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്കിത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈനായിട്ടോ അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടോ ബുക്ക് ചെയ്യാം. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട്. ഡബിൾ ചാർജാണ് കേട്ടോ. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ 400 സംതിങ് ആണ്. പക്ഷേ നമ്മൾ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ 200 സംതിങ് ആണ് റേറ്റ് വരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഓൺലൈനിൽ ബുക്ക് ചെയ്യണമെങ്കിൽ അത് കൺഫേം ആയിരിക്കും. പക്ഷേ ടിക്കറ്റ് ഇവിടെ എടുക്കാൻ വരുമ്പോൾ ചാൻസ് കുറവാണ് കിട്ടാനായിട്ട്. പെട്ടെന്ന് തന്നെ വരണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ടൈം ഉള്ളവർക്ക് വന്ന് എടുക്കാം. അങ്ങനെ ഞങ്ങളിത് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് KTDCയുടെ സൈറ്റിൽ കൂടെ തന്നെ ബുക്ക് ചെയ്യുക. അങ്ങനെ നമ്മളിത് ഇവിടെ എത്തിയിട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത് ആ തേക്കടി ബോട്ടിങ്ങിൻ്റെ സ്ഥലം. നല്ല കിഡ്ലൻ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം അധികം തണുപ്പില്ലാത്ത സമയമാണെങ്കിൽ പോലും ഗംഭീര തണുപ്പും കിഡ്ലൻ ക്ലൈമറ്റുമാണ്. നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുപോലൊരു അടിപൊളി ക്ലൈമറ്റ് നമുക്ക് കിട്ടുന്നത്. ഗംഭീരമായിരുന്നു കേട്ടോ ക്ലൈമറ്റ്. എടുത്ത് പറയണം, നമ്മൾ ഗവിയിലേക്ക് മോർണിംഗ് പോയ സമയത്ത് കിട്ടിയ സെയിം ക്ലൈമറ്റ് തന്നെയായിരുന്നു ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടായിരുന്നു. പക്ഷേ അവിടെ ബേക്കറി ക്യാൻറ്റീനൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല രാവിലെ ആയതുകൊണ്ട് തന്നെ. ആ കൂടി ഓപ്പൺ ആയിട്ട് നമുക്ക് ഇവിടുന്ന് കോട്ട് ക്യാപ്പ് അങ്ങനത്തെ നോർമൽ ഐറ്റംസ് ഓരോ ആക്സസറീസൊക്കെ ഇവിടെ കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. അത് മെയിൻലി ഫോറിനേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. അങ്ങനത്തെ ഈ കോട്ട് പിക്കുവിന് ഇഷ്ടമായെന്നിട്ട് നോക്കി. പിന്നെ ഭയങ്കര റേറ്റാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞങ്ങളതൊന്നും എടുത്തില്ല. അങ്ങനത്തെ ഞങ്ങളിവിടുത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയത്. നമ്മുടെ ടൈം ആയി കഴിഞ്ഞപ്പോൾ അവർ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് നമ്മളെ കൊണ്ട് കാണിച്ചിട്ട് നമ്മുടെ ബോട്ടിൻ്റെ പേര് പറഞ്ഞു. ഇത് താഴെ കാണുന്ന സ്ഥലത്താണ് കേട്ടോ ബോട്ടുള്ളത്. ഇപ്പോൾ വെള്ളം കുറവാണ്, എന്നിരുന്നാലും വെള്ളമൊക്കെ ഉള്ള സമയത്ത് കിടലനായിരിക്കും എന്നാണ് പറഞ്ഞ എക്സ്പീരിയൻസ്. ചാൻസ് കുറവാണ് അനിമൽസിനെ കാണാമെന്നൊക്കെ പറഞ്ഞത്. നമ്മുടെ സീറ്റ് 5 പേരാണ് സീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫൈനലി നമ്മളിത് ആ ബോട്ടിലേക്ക് കയറാണ്. ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞ പോലെ കിടലൻ ക്ലൈമറ്റ് ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗായ്സ് നമ്മുടെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നമ്മുടെ ബോട്ടിൽ കയറിയിട്ടുണ്ട്. 1.5 മണിക്കൂറാണ് കേട്ടോ നമ്മുടെ ബോട്ടിംഗ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഫ്രണ്ടിലത്തെ സീറ്റും ഇവർക്ക് ഇതാ ബാക്കിലത്തെ സീറ്റുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആനിമൽസിനെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് കാണാം. ഇനി ഞാൻ നമ്മുടെ ബോട്ടിങ്ങിൻ്റെ ടൈമുകൾ പറയാം കേട്ടോ. സ്റ്റാർട്ടിങ് ആദ്യത്തേന്ന് പറയുന്നത് 7:30, 9:30, 11:15, 1:45. അതുപോലെ തന്നെ വൈകുന്നേരം ഈവനിങ് 3:30. ഈ സമയത്തായിരിക്കും നമുക്ക് ബോട്ടിംഗ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 225 രൂപയായിരിക്കും നമുക്ക് ഓഫ്ലൈനായിട്ട് എടുക്കുകയാണെങ്കിൽ. ഓൺലൈനായിട്ട് എടുക്കുകയാണെങ്കിൽ 450 രൂപയാണ് കേട്ടോ. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഏകദേശം ഒരു 1.5 മണിക്കൂർ ഉണ്ടായിരിക്കും നമുക്കിത് ആ ബോട്ടിങ്ങിൽ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾ ആ ബസ്സിലിവിടെ വരുന്നതിന് എക്സ്ട്രാ ചാർജ് ഉണ്ട്. നേരത്തെ പിക്ക് പറഞ്ഞ പോലെ 400 സംതിങ് അതിന് എക്സ്ട്രാ ചാർജ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ വണ്ടിയിൽ മാത്രമേ അവരിത് അങ്ങോട്ട് കൊണ്ടുവരുള്ളൂ കേട്ടോ നമ്മളെ. പിന്നെ അതുപോലെ നമുക്ക് കാണാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കാട്ടുപോത്തിനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ബൈനോക്കുലർ വെച്ച് ഇവരുടെ തന്നെ ഫോറസ്റ്റിലെ സ്റ്റാഫ് നമ്മുടെ ബോട്ടിലുണ്ടാവും. അവർ നമുക്ക് ജസ്റ്റ് അവരുടെ ബൈനോക്കുലറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരികയാണെങ്കിൽ നിങ്ങളൊന്ന് ഷൂട്ട് ചെയ്ത് തരണം കേട്ടോ എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആൾ പറ്റുന്ന രീതിയിലൊക്കെ ഷൂട്ട് ചെയ്ത് തന്നു. പിന്നെ അതുപോലെ ഈ നമ്മുടെ ഈ വെള്ളമല്ലേ ഇതിൻ്റെ മേളിൽ കുറേ മരക്കുറ്റികൾ നിൽക്കുന്ന കാരണം സെയിം റൂട്ടേ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആനിമൽസിനെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ട് തിരിക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ അടിയിൽ നിറയെ മരക്കുറ്റികളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു റൂട്ടുണ്ട്. ആ റൂട്ടിനപ്പുറം പോകാൻ പറ്റില്ല. പക്ഷേ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അനിമൽസിനെ കൂടി കണ്ട സൂപ്പറായതിന്
നമ്മൾ എന്താ കണ്ടെന്ന് വെച്ചാൽ കാട്ടുപോത്തിനെ കണ്ടായിരുന്നു, നീർനായേനെ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ നോർമലി മങ്കീസ് അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിച്ചൊന്നും കണ്ടില്ല. പിന്നെ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക, അവർ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്, ഈവനിങ് ടൈമിൽ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും അനിമൽസിനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലോ കാണാൻ വരുന്ന സമയത്താണെങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഈവനിങ് ആണ് കേട്ടോ. പിന്നെ കുറച്ച് ക്ലാരിറ്റി ഇല്ലാത്ത വിഷ്വൽസ് ആയിരിക്കും നിങ്ങൾ കാണുക, കാരണം അത് ഞാൻ പറഞ്ഞില്ലേ ബൈനോക്കുലർ വെച്ചിട്ട് നോക്കുന്ന അതിൽ നിന്ന് ഷൂട്ട് ചെയ്താണ്, അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും. ബൈ ദ വേ അവർ നല്ല സപ്പോർട്ടായിരുന്നു, നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു. പിന്നെ എന്താ പറയുക, നല്ലൊരു ക്ലൈമറ്റും കൂടി കിട്ടി. ഇപ്പോൾ കിഡിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ മുമ്പൊക്കെ അനിമൽസിന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ അനിമൽസിനൊന്നും ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ ഗവിക്കാണെങ്കിലും തേക്കടിക്കാണെങ്കിലും ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് വരേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈവനിങ് ടൈം സെലക്ട് ചെയ്യുകയാണെങ്കിൽ ചാൻസ് കൂടുതലാണെന്നാണ് പറഞ്ഞത്. ബൈ ദ വേ ഒരു കിഡിലിന് എക്സ്പീരിയൻസ്, നമ്മുടെ നാട്ടിലെ തേക്കടിയിൽ നമ്മളിതുവരെ പോയിട്ടില്ല എന്ന് പറയുന്നത് എന്താ പറയുക ഒരു മോശം കാര്യമില്ലേ. കാരണം ഇത്രയും വലിയ ഫോറിനേഴ്സൊക്കെ നമ്മുടെ തേക്കടി കാണാനായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാനും വരുമ്പോൾ നമ്മൾ പോയിട്ടില്ല എന്ന് പറഞ്ഞാലോ. ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കാട്ടുപോത്ത് നമ്മളിതാ ഒരു 1 hour കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ട് തിരിക്കാൻ നേരത്താണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ അനിമൽസ് നോർമലി എല്ലാം ആന അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വന്ന് വെള്ളം കുടിക്കാറുണ്ട്, അതൊക്കെ ഭാഗ്യം പോലെയായിരിക്കും. അതുപോലെ അതിനിടയ്ക്ക് അവിടുത്തെ ഏതോ ഒരു ആൾ സ്പീഡ് ബോട്ടിൽ പോകണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ സ്റ്റാഫ് ആൾ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്ത് തന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ അത്രയും ക്ലിയർ ആവില്ല, പക്ഷെ ഞങ്ങൾക്കത് കാണാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ബൈ ദ വേ അങ്ങനെയായിരുന്നു നമ്മുടെ തേക്കടിയിലെ വിശേഷങ്ങൾ. പിന്നെ ഞാൻ കണ്ട കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ തേക്കടിയിലെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് കയറിയിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ വേറൊരു സ്ഥലത്തേക്കാണ് വന്നത്. ഇവിടുത്തെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നോക്കിയാലോ. അപ്പോൾ ഞാൻ എവിടെയാണ് വന്നതെന്ന് ഞാൻ പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ തേക്കടിയിലെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വന്ന് നമ്മുടെ എലിഫന്റ് ക്യാമ്പിൽ തന്നെയാണ്. അതായത് നമ്മുടെ തേക്കടി ബോട്ടിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ക്യാമ്പുള്ളത്. അപ്പം നമ്മൾ വിചാരിച്ചു ഫസ്റ്റ് ടൈമാണ് നമ്മൾ ആനപ്പുറത്ത് കയറാൻ പോകുന്നത്. കുറേ നാളായിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം കൂടിയായിരുന്നു ഈ ആനപ്പുറത്ത് കയറുന്നുള്ളത്. അങ്ങനെ നമ്മൾ പാസ് എടുക്കാനായിട്ട് 600 rupees-ആണ് കേട്ടോ ഒരാൾക്ക് വരുന്നത്. അപ്പോൾ ഒരു ആനപ്പുറത്ത് നമുക്ക് 2-3 പേർക്ക് കയറാം, പക്ഷെ ഒറ്റയ്ക്കായിട്ട് കയറ്റില്ല. അപ്പോൾ 600 രൂപയാണ് വരുന്നത്. അങ്ങനെ നമ്മൾ പാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആമൂസിന് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ആന എന്നുള്ളത്. അപ്പോൾ നമ്മൾ 3 പേരും കൂടി കയറാൻ പോവാണ്. എനിക്ക് ഈ ആന അതുപോലെ തന്നെ പട്ടി പൂച്ചാനെ വലിയ താല്പര്യമില്ല. അങ്ങനത്തെ എല്ലാ അനിമൽസിനും ഒരുവിധം കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ആനപ്പുറത്ത് കയറാൻ എൻ്റെ പണ്ട് തൊട്ടേ ഉള്ള ആഗ്രഹമാണ്. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇതിനൊക്കെ ഇഷ്ടമാണെങ്കിലും എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ പൂപ്പ് നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഡോഗ്സിനോടുള്ള പേടി മാറിയത്. പിന്നെ നിങ്ങൾ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാൻ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയത്. അതിന് ഞാൻ വേറൊരു വ്ളോഗ് ചെയ്യാം കേട്ടോ. നമ്മൾ പറഞ്ഞ തേക്കടിയുടെ അടുത്ത് തന്നെ എത്തിയപ്പോൾ തന്നെ ഒരു സ്ഥലത്ത് ഇപ്പോഴാണ് നമ്മൾ ഒട്ടകത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കര കൂക്കലും കരച്ചിലും ഒക്കെ ആയിരുന്നു. എന്നാലൊരു ആഗ്രഹം കൊണ്ട് കയറി. പക്ഷേ ഞാൻ ആനപ്പുറത്ത് കയറാനായിട്ട് ടിക്കറ്റ് എടുക്കാൻ നിന്നപ്പോൾ തന്നെ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറും വേസ്റ്റാണ്, നീ കയറില്ല, എടുക്കണം. പിന്നെ ഇല്ല എനിക്ക് ഭയങ്കര ധൈര്യം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കയറി. 600 rupees-ആണ് കേട്ടോ നമുക്ക് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ 2 ആളും കയറാനായിട്ട് 1200 രൂപയായിരുന്നു. ഇനിയിപ്പോൾ 3 പേർക്കൊക്കെ കയറാം. പിന്നെ ആമൂസിന് ചാർജൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്ക് ആനയുടെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് വന്നിട്ട് അല്ലാണ്ട് അവിടെ വീഡിയോസും ഫോട്ടോസൊന്നും അലൗഡ് അല്ല. തിരിച്ച് വരുമ്പോൾ നമുക്കിത് ആനയുടെ ബ്ലെസ്സിങ്ങും അതുപോലെ തന്നെ ആനയുടെ കൂടെ ഫോട്ടോസ് എടുക്കണമെങ്കിൽ നമ്മളിത് ആനയ്ക്ക് ഒരു ദക്ഷിണയായിട്ട് കുറച്ച് എമൗണ്ട് കൊടുക്കണം, അത് വേറെയാണ്. പിന്നെ ആനേനെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് അവിടെ പഴങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടാവും. അതെല്ലാം ആനയ്ക്ക് കൊടുക്കണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള പോലെ പൈസയൊക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ എന്താ പറയുക, ഞാൻ ഈ ചിരിച്ച് കളിക്കുന്നുണ്ടെങ്കിലും ഈ ജോബിൻ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കാൻ പോകുമ്പോൾ വേണ്ട ഞങ്ങൾ കെട്ടിപ്പിടിച്ചിരിക്കും, ഞങ്ങൾക്ക് പേടിയാന്ന്. ആമോസ്റ്റ് ഏറ്റവും ഇഷ്ടമുള്ള കാർട്ടൂണാണ് കേട്ടോ ഈ ആനകളുടെ കാർട്ടൂൺ. അപ്പോൾ അത് തന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇറങ്ങാൻ നേരത്തെ ആൾ ഭയങ്കര വാശിയായിരുന്നു. ഈ കാണുന്ന ബ്ലെസ്സിങ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്രയാണ് നമ്മുടെ തേക്കടി വിശേഷം.